കോഴിക്കോടാണ്, ബീച്ചിലാണ്, കടൽ കാണാൻ വന്നാലേട്ടാ. ബീച്ച് സൈഡിൽ ഒരു സ്പെഷ്യൽ കബാബ് ഇറങ്ങിയിട്ടുണ്ട്, അലി നാസി കബാബ്. സംഭവം തുർക്കിക്കാരനാണ്. ആദ്യം കാണിച്ചുതരാം, എന്നിട്ട് കഴിക്കാം. എഴുതുന്നത് അലി നാസി കബാബ് എന്നാണെങ്കിലും വായിക്കണത് അൽ നാസി കബാബ് എന്നാണ്. പറഞ്ഞപ്പോൾ വായിന് സ്ലിപ്പ് ആയതാടോ. അപ്പോൾ ബേസിക്കലി നമ്മുടെ ടർക്കിക്കാരുടെ ഫേമസ് ആയിട്ടുള്ള അദാന കബാബ്, മുത്തബല്ലുണ്ടല്ലോ എഗ് പ്ലാന്റിലൊക്കെ ഉണ്ടാക്കണം, അതിൽ വെച്ച് മേലെ ബട്ടർ ഊറ്റി സെറ്റ് ആക്കി എടുക്കുന്ന ഒരു ജിബ്ബറിലൊക്കെ സാധനം. ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്, മട്ടൻ ഉണ്ട്. ഓ ബട്ടർ, ഓ മട്ടൻ ചീറി പൊളിച്ചു. ബട്ടറിലിങ്ങനെ കുളിപ്പിച്ചിങ്ങനെ മണങ്ങനെ അടിക്കണ്ടേ. മട്ടൻ പൊളിച്ചു, കിണ്ണം കച്ച സാധനം. 5 പേരുടെ മക്ക. കോഴിക്കോടുള്ള ദില്ലി കബാബിൽ എപ്പോൾ പോയാലും എന്തേലുമൊക്കെ വെറൈറ്റി ആശിക്ക് ഉണ്ടാക്കി തരും. സ്ഥിരം കണ്ടു കഴിച്ച കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഈ ബെയ്ത്തി കബാബൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന വേണം. തീർന്നിട്ടില്ല, ഹൊമൂസിൽ കുളിപ്പിച്ച് തരുന്ന പാൻസിയർ, ഈ ഹൊമൂസ് ബിൻ ലഹം, പിന്നെ എക്കാലത്തെ മാസ്റ്റർ പീസ് ആയ മലായി കബാബും, ഇനിയും വേറെ കുറെ ഐറ്റംസ് ഉണ്ട്. പക്ഷെ പള്ള പറഞ്ഞു. ബെയ്ത്തി കബാബ് ഒരു വ്യത്യസ്ത തരം പ്രസന്റേഷൻ ആട്ടാ. ബട്ടറൊക്കെ അടിച്ചു കയറി. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടുട്ടാ, ബട്ടറിന്റെ എഫക്റ്റാ. ഓഹോ കിണ്ണം. എനിക്ക് മലായാണ് ഇതിന്റെ ഫേവറേറ്റ് സാധനം. കബാബ് അടക്കട്ടെ. ഈ ക്രീം ഒരു സംഭവമാണ്. ഓ ഇനി ഇവിടെ വന്നാല് ക്രീം കുറച്ചും കൂടെ ലൂസാവും. മഴ ഞാൻ പോവാ. ഇനി മഴയാണെന്ന് കരുതി അത് കൊള്ളാനൊന്നും നിൽക്കണ്ട. ഇരിക്കാനും കടൽ കണ്ട് ആസ്വദിച്ച് കഴിക്കാനും സ്ഥലം ഇഷ്ടം പോലെ വേറെ ഉള്ളിലുണ്ട്. ഞാൻ കൂട്ടുകാരൊപ്പം ഒന്ന് വൈബാക്കിയതാണ്. കോഴിക്കോട് മുഗദാർ ബീച്ചിന്റെ അടുത്താണ് നമ്മുടെ സ്വന്തം ദില്ലി കബാബ്. എന്നാൽ ഞാൻ സത്യം പറയട്ടെ, മസ്റ്റ് ട്രൈ അതന്നെ.